ഹലോ, നമസ്കാരം. ബുക്ക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ സൗണ്ട് വേവ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ ഇത്ര ദിവസം വീഡിയോ ഇടാതിരുന്നത് ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ലൈവുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാ ക്ലാസ്സുകൾക്കും 8-9 ക്ലാസ്സുകൾക്കും 10-നും എന്തൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നുകൊണ്ട് തന്നെ ഇതെടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇതൊക്കെ സ്ലൈഡൊക്കെ ശരിയാക്കി വെച്ചിരുന്നതാണ്. ജൂൺ 4-ാം തീയതി ആയിരുന്നു നമ്മുടെ ഇതിന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോഴത്തേക്കുള്ള എല്ലാ തംബ്നെയിലും നമ്മുടെ സ്ലൈഡും എല്ലാം നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം കുറേ ദിവസം ഇപ്പം എന്നായി, ഇന്നിപ്പോൾ 20 അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. സാരമില്ല, നമ്മൾ എന്തായാലും പൊളിക്കുമെന്ന രീതിയിൽ നമ്മൾ വരികയാണ്. ബുക്ക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ പിന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ SSLC ഫിസിക്സ് നമ്മൾ തൂക്കും. സാർ എന്നാണ് എപ്പോഴാണ് ക്ലാസ് കഴിയുന്നത്? കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് പാർട്ടാകുമ്പോൾ കുറച്ച് നേരം മതിയാവും. ഓക്കെ, ഒരു മിനിറ്റ്, പേനൊക്കെ ഒന്ന് സെറ്റ്. ഓക്കെ, ഫസ്റ്റ് പാർട്ടല്ലേ, പെട്ടെന്ന് തീർക്കാം. ഓക്കെ, അപ്പോൾ ഫിസിക്സ് നമ്മൾ തൂക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ബുക്ക് എടുത്ത് വെക്കുക, ഒരു പേന എടുക്കുക, പിന്നെ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എന്താണ് അതെന്തെടുക്കണ്ടേ? ഒരു ബുക്ക് എടുക്കുക, പേന എടുക്കുക, ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഇത്ര ഇപ്പോൾ എടുത്ത് വെച്ചവരാണെങ്കിൽ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, നമ്മുടെ SSLCയുടെ ഗോൾഡൻ ബാച്ച് ഉണ്ട്. കയറാത്തവരൊക്കെ ഒഫീഷ്യലായിട്ടൊന്ന് കയറുക. അൺഒഫീഷ്യലായിട്ട് നിങ്ങൾ ക്ലാസ് കാണുകയാണെങ്കിലും നിങ്ങൾ നമ്മുടെ ബാച്ചിൻ്റെ ഭാഗമാണ്. ഓക്കെ, എന്നാലും ഒഫീഷ്യലായിട്ട് നിങ്ങൾ എങ്ങനെ കയറേണ്ടതെന്ന് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് ഈ വർഷം ഫിസിക്സിൽ 7 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററാണ് സൗണ്ട് വേവ്സ്. നമ്മൾ ഈ 2 ചാപ്റ്ററിന് ഒരു ബേസിക് ക്ലാസ് ഉണ്ടായിരുന്നു. ഈ 2 ചാപ്റ്ററിനും, ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനും സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനും. അപ്പോൾ ഈ 2 ചാപ്റ്ററാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 ചാപ്റ്ററാണ് മെയിനായിട്ട് പഠിക്കുക ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി. പിന്നെ ഈ 3-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു അരഭാഗം ചോദിക്കും. ഒരു അരഭാഗമാണ് എന്തിനു ചോദിക്കുള്ളൂ? ഓണം എക്സാമിന് ചോദിക്കുള്ളൂ. ഈ 2 ചാപ്റ്ററും ഇതിൽ നിന്നൊരു അരഭാഗവും, ഇത്രയാണ് നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളൂ. ബാക്കി പിന്നെ ഉള്ള ഇതിൽ അഥവാ ഇതും അടുത്ത 3-4 ചാപ്റ്റേഴ്സ് ഫുള്ളായിട്ട് വരും ക്രിസ്മസ് പരീക്ഷയ്ക്ക്. 5-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പകുതി വരും. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഈ 2 എന്തിൽ വരും? ക്രിസ്മസ് പരീക്ഷയ്ക്ക്. ഇപ്പോൾ ഓണപ്പരീക്ഷയുടെ മാത്രം ഇപ്പം നമ്മൾ നോക്കിയാൽ മതി. അതുകൊണ്ട് നമ്മൾ ക്രിസ്മസിലേക്ക് അങ്ങനെ പോകണില്ല. ഓക്കെ സെറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ആര് വരും? അതിൽ നിന്ന് ഇത് വരും. ഈ 2 ഇതിൽ നിന്നും വരും. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ. അടിപൊളി ചാപ്റ്ററാണ്. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. 8 മണിക്ക് മുമ്പായിട്ട് നിർത്തും. 8 മണിക്ക് മുമ്പായിട്ട് നിർത്തൂടാ. 8 മണിക്ക് മുമ്പായിട്ട് നിർത്താം. കുറച്ചേ പഠിക്കാനുള്ളൂ. കുറച്ച് ഡിഫൈൻസാണ് നമ്മളിന്ന് പഠിക്കാനുള്ളത്. കുറച്ചേ പഠിക്കുന്നു. അത് എന്താണ് കാര്യം? അതാണ് കുറച്ച് ഡിഫൈൻ ചോദ്യങ്ങളൊക്കെയാണ് പഠിക്കാൻ. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓസിലേഷൻ അഥവാ ദോലനം. എല്ലാത്തിൻ്റെ മലയാളം ഇംഗ്ലീഷും പേരും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓസിലേഷൻ, ദോലനം. ആംപ്ലിറ്റ്യൂഡ്, ആയതി. പീരീഡ്, മലയാളത്തിൽ അങ്ങനെ തന്നെ. ഫ്രീക്വൻസി, ആവൃത്തി. ഇതിൻ്റെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് ഇതാക്കിയായിരുന്നല്ലേ.
അപ്പോൾ ബേസിക് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? ഓസിലേഷൻ ദോലനം, ആംപ്ലിറ്റ്യൂഡ് ആയതി, പീരീഡ് ഫ്രീക്വൻസി ആവൃത്തി. ദോലനം, ആയതി, പീരീഡ്, ആവൃത്തി. മനസ്സിലായില്ലേ? ഇനി ഇംഗ്ലീഷിന് ഓസിലേഷൻ, ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി. ഇതൊക്കെ ഒരു നാക്കിലങ്ങോട്ട് പഠിച്ച് വെച്ചിരിക്കുക. ഓസിലേഷൻ, ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി, ദോലനം, ആയതി, പീരീഡ്, ആവൃത്തി. അങ്ങനെ ഓക്കെ അല്ലേ? എന്നാൽ നിങ്ങൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സാധനങ്ങൾ. ഓക്കെ, ഇവിടെ പറയാണ് ടീച്ചർ, ഈ കൊച്ചു പറയണ കേട്ടോ, ഞാൻ പറയണല്ല, ഈ കൊച്ചു പറയാണ്, ടീച്ചർ ഈ കുട്ടി 10 ആട്ടം കഴിഞ്ഞു. ഈ കുട്ടി 10 ആട്ടം കഴിഞ്ഞു, ഇറങ്ങാൻ പറയൂ, ഇനി എൻ്റെ ഊഴമാണ്. അഥവാ ഈ ഒരു ചെറുക്കൻ പറയാണ് ഇനി എൻ്റെ ഊഴമാണ്, ഈ കൊച്ചു 10 ആട്ടം കഴിഞ്ഞു. അപ്പം ഈ കൊച്ചു പറയാണ് 5 ആട്ടമേ ആയിട്ടുള്ളൂ ടീച്ചർ എന്ന് പറയാണ്. അപ്പം നമ്മുടെ ടീച്ചർ പറയാണ് ശരിയാണ്, 5 ആട്ടമേ ആയിട്ടുള്ളൂ. ഇതിൽ എന്താണ് മനസ്സിലാവുന്നത്? ഇതിൽ നിന്ന് എന്താണ് മക്കൾക്ക് മനസ്സിലാവുന്നത്? അഥവാ ഇവിടെ ഇവൻ 5 ഓസിലേഷന് 10 എന്ന് പറഞ്ഞു. അഥവാ ഇവിടെ ഒരാട്ടം എവിടെ തീരുന്നു എന്നുള്ളതല്ല. ഇവൻ പറഞ്ഞനുസരിച്ച് ഇതൊരു ഊഞ്ഞാലാണെങ്കിൽ ഇത് തൊട്ട് ഇവിടം വരെ 1 എണ്ണി. അഥവാ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ 2 എണ്ണി. തിരിച്ച് ഇതിൽ കൂടെ അടുത്ത് ഇവിടെ എത്തുമ്പോൾ എന്ത് എണ്ണു അവൻ? 3 എണ്ണു. അങ്ങനെയാണെങ്കിൽ ഒരു 5 പ്രാവശ്യം അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 എന്നാണ് പറയല്ല, ഒരു 10 ആവും അല്ലേ? പക്ഷേ ഓസിലേഷൻ അങ്ങനെയല്ല. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതൊരു ഊഞ്ഞാലാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പേര് കൊടുക്കാവേ. ഇത് ഓ, ഇവിടെ വരുമ്പോൾ എ, ഇത് ബി. ഈ ഓ സ്ഥാനത്തിൽ നിന്ന് ബിയിലേക്ക് പോയി ബിയിൽ നിന്ന് തിരിച്ച് എയിലെത്തി തിരിച്ച് ബിയിലെത്തുമ്പോഴാണ് എന്താവുള്ളൂ? ഒരാട്ടമാവുള്ളൂ. ഒരാട്ടം അല്ലെങ്കിൽ ഒരു ദോലനം. ഓക്കെ, ദോലനം അഥവാ 1 ഓസിലേഷൻ. ഓക്കെ, 1 ഓസിലേഷൻ. ഓക്കെ ആണോ? അഥവാ എ ഒ ബി, ഈ ഓയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് എയിലെത്തി, പിന്നെ എയിൽ നിന്ന് ബിയിലെത്തും. അഥവാ എയിൽ വന്ന് മുട്ടി പിന്നെയും ബിയിലെത്തുമ്പോഴാണ് ഒരാട്ടം ആവുള്ളൂ അവിടെ. അഥവാ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ തുടങ്ങി, അതൊരു സ്ഥലത്ത് വന്ന് മുട്ടി, ആ മുട്ടിയ സ്ഥലത്ത് പിന്നെയും തിരിച്ചു വരിക. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇതിൻ്റെ എൻഡിങ് പോയിന്റ് എന്തായിരിക്കും? ഇതായിരിക്കും. അപ്പോഴാണ് എന്താവുള്ളൂ? ഒരു ദോലനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ ആവുള്ളൂ. ഞാൻ കൊച്ചു പറഞ്ഞ രീതിക്കാണെങ്കിൽ ഒരാട്ടം. ഓക്കെ, അത്ര മനസ്സിലാക്കുക. ഒരാട്ടം മനസ്സിലായില്ലേ? എന്താണിത്? എ ബി. അപ്പോൾ ഈ എയിൽ നിന്ന് ബിയിൽ നിന്ന് എയിലെത്തി, എയിൽ നിന്ന് തിരിച്ച് ബിയിലെത്തുമ്പോഴാണ് എന്താവുള്ളൂ? ഒരാട്ടമാവുള്ളൂ. അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് ഓസിലേഷൻ? അത് നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് ഊഞ്ഞാലിൻ്റെ ചലനം ഏത് തരമാണ്? വൃത്തത്തിലുള്ള ദോലനം അല്ലെങ്കിൽ ദോലനം. വാട്ട് ടൈപ്പ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്? സർക്കുലർ ഓർ ഓസിലറി? എന്താണ് മക്കളെ? ദോലനമാണ് അല്ലേ? എന്താണ്? ദോലനമാണ് അഥവാ ഓസിലറിയാണ്. ഓക്കെ, എന്നാൽ എന്താണ് ദോലനം? നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ദോലനം? ഒരു വസ്തുവിൻ്റെ തുല്യ സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായി ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്ന
ഇതാണ് തോലനം. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. ഇതൊരു പീരിയോഡിക് മോഷനാണ്. ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ മീൻസ് തുല്യസ്ഥാനം. തുല്യസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയാണ്. ഓക്കെ, ഓക്കെ, ഈ ഓയിനെയാണ് തുല്യസ്ഥാനം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഓയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് എയിലെത്തി, എയിൽ നിന്ന് ബിയിൽ, ഓക്കെ, ബിയിൽ അല്ലെങ്കിൽ ഓയിലെത്തുക. ഇവിടെ നിന്നാണ് തുടങ്ങി. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് തന്നെയായിരിക്കും എന്തോ എൻഡിങ് പോയിന്റ്. ഓക്കെ, സെറ്റല്ലേ? സെറ്റ്. എന്നാൽ ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടും പുറകോട്ടും, അഥവാ മുന്നോട്ട് പോകണതിന് ടു എന്നും പുറകിലേക്ക് വന്നതിന് ഫ്രോ എന്നും വിളിക്കും. അപ്പം മുന്നോട്ടും പിന്നോട്ടും പോകുന്നു, അപ്പോഴാണ് ഒരാട്ടം ആവുക. അത്രേ ഉള്ളൂ. മുന്നോട്ടും പിന്നോട്ടും ഒരു ഇതിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? തോലനമായിരിക്കും. മുന്നോട്ടും പിന്നോട്ടും അത്രേ ഉള്ളൂ. അപ്പോൾ തോലനത്തിന് കൂടുതൽ ഉദാഹരണം എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെൻഡുലം ഓഫ് എ ക്ലോക്ക് അല്ല, ക്ലോക്ക് അഥവാ ഘടികാരത്തിലെ പെൻഡുലം മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നു. അഥവാ മുന്നോട്ടും പിന്നോട്ടും എന്ന് പറയുമ്പോൾ ടു ആൻഡ് ഫ്രോ. ഓക്കെ, പെൻഡുലം എങ്ങനെയാണ് ആടുന്നത്? ടു ആൻഡ് ഫ്രോ. ഓക്കെ, ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അടുത്തത് സിംഗിങ് ഇൻ പാർക്ക് അഥവാ സിംഗ് ഇൻ ദ പാർക്ക്. പാർക്കിൽ ഊഞ്ഞാൽ ആടുമ്പോൾ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം. മുന്നോട്ടും പിന്നോട്ടുള്ള ചലനം. മുന്നോട്ടും പിന്നോട്ടുള്ള ചലനം. വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആവർത്തന ചലനം. ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പഠിക്കാൻ പോകണുള്ളൂ. ഫ്രീക്വൻസി എന്നാണ്. ഓക്കെ, അടുത്ത ഗിത്താർ സ്ട്രിങ് വെൻ പ്ലഗ്ഡ്. ഗിറ്റാറിൻ്റെ കമ്പികൾ തട്ടുമ്പോൾ അതിൻ്റെ ആവർത്തനങ്ങൾ. ഓക്കെ, ഇനി എന്താണ് ട്യൂണിംഗ് ഫോർക്ക്? ഇവിടെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലേ. ഈ ഒരു ഭാഗമാണ് ചലിക്കുന്നത്. ഇങ്ങനെ സൗണ്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഭാഗം വൈബ്രേറ്റ് ആവുന്നതുകൊണ്ടാണ്. എന്താണ്? ഏത് ഭാഗമാണ് വൈബ്രേറ്റ് ആവുന്നത്? ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ഭാഗമാണ് എന്താണ്? വൈബ്രേറ്റ് ആവുക. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ പറയണം എന്താണിത്? ട്യൂണിംഗ് ഫോർക്ക്. എന്താണ് ട്യൂണിംഗ് ഫോർക്ക്? ഒയ്യോ, ഒരു മിനിറ്റ്. ഓക്കെ, ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കാണ്. ഇതിന് 2 ആംസ് ഉണ്ട്. ഓക്കെ, ഇതിനെ പറയുന്നതാണ്, അഥവാ ഈ കൈയിനെ പറയുന്നത് എന്താണ്? ആംസ് എന്നാണ്. ഓക്കെ, ഇതേപോലെ ഇരിക്കണം. ഇനി ഈ പിടിക്കണ സാധനത്തിനെ പറയുന്നതാണ് എന്ത്? ഹാൻഡിൽ. പിടിക്കണ സാധനത്തിന് എന്താ പറയണേ? ഹാൻഡിൽ. പിന്നെ സ്ട്രെച്ചറായിട്ടൊന്നും ചോദിക്കില്ല. ഇത് എന്താണെന്ന് വന്നിട്ട് ഇതിൻ്റെ പേര് എഴുതാൻ പറയും. അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് അത്ര എഴുതാം. എന്നാൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോവാന്ന് ആംപ്ലിറ്റ്യൂഡ് ആയതി. കുറച്ചേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം എടുക്കുള്ളൂ മകളെ, കുറച്ച് നേരം ഉള്ളൂ. നമ്മൾ 8 മണിയൊക്കെ ആകുമ്പോൾ തീർക്കും. 8 മണിക്ക് മുമ്പേ തീർക്കും. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നോക്കി. തൂല്യസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്.
ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ, എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് എ എന്ന അക്ഷരം കൊണ്ടാണ് എന്ത് ആയതി സൂചിപ്പിക്കുന്നത്. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആണ്. The magnitude of maximum displacement to one side from its equilibrium position is amplitude. The symbol of amplitude is A. The SI unit of amplitude is meter. ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. അതിനെ സൂചിപ്പിക്കുന്നത് A കൊണ്ടാണ്. ഓക്കെ, എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത്? A കൊണ്ടാണെന്ന് സൂചിപ്പിക്കുന്നത്. പിന്നെ അത് ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ അതിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഒരു സൈഡിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു മിനിറ്റ് തൂല്യസ്ഥാനത്ത് നിന്ന് തൂല്യസ്ഥാനത്ത് നിന്ന് പരമാവധി വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തര അളവാണ് ആയതി. ഇത്രയും പഠിച്ചു വച്ചിരിക്കുക. പിന്നെ അതിൻ്റെ എന്നുകൊണ്ടാണ് അതിൻ്റെ അക്ഷരം സൂചിപ്പിക്കുന്നത്. പിന്നെ അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണെന്ന് പഠിച്ചു വെക്കാം. ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അഥവാ അതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വൺ സൈഡ് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിൻ്റെ വശത്തേക്കുള്ള സ്ഥാനാന്തരം അഥവാ ഈ Oയിൽ നിന്ന് Bയിൽ പോയാൽ ഇത് രണ്ടാണെങ്കിൽ തിരിച്ചിതിൽ കൂടെ ഇവിടെ എത്തുമ്പോൾ എന്തായിരിക്കും? രണ്ട് തന്നെയല്ലേ. അഥവാ ഇതിൽ നിന്ന് ഇവിടെ പോകുന്ന ദൂരമാണ് ഈ ദൂരത്തിനെയാണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അഥവാ ആയതി. ഓക്കെ, അപ്പോൾ പഠിച്ചു വച്ചിരിക്കുക. ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? എന്നാൽ അടുത്തത് പീരീഡ്. ഇത് ഇത്രയും പഠിക്കാനുള്ളൂ. ഞാൻ അടയാളപ്പെടുത്തിയത് അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പീരീഡ് എന്താന്ന് നോക്കാം. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരീഡ് എന്ന് പറയുന്നു. ഇത് T എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? T എന്ന അക്ഷരം കൊണ്ട്. ഓക്കെ, T എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നെന്താ പ്രത്യേകത? അതെ, മഞ്ഞയൊക്കെ കുറച്ചുകൂടെ നല്ല എളുപ്പമായിരിക്കും പഠിക്കും. ഓക്കെ, എളുപ്പമായില്ലേ? അപ്പോൾ T എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. The time taken for one oscillation is called period. Its symbol T, SI unit second. ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ള പോയിന്റ് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ഈ ഒരു സെൻറ്റൻസ് പഠിക്കാൻ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ. ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം, അതാണ് പീരീഡ്. എൻ്റെ സിമ്പിൾ T ആണ്. എൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മലയാളത്തിൽ വരുമ്പോൾ ഒരു ദോളത്തിന് ആവശ്യമായ സമയത്തെ പീരീഡ് എന്ന് വിളിക്കുന്നു. അതിനെ T എന്ന അക്ഷരം കൊണ്ട് ചെയ്യുന്നു. അളക്കാൻ ഉപയോഗിക്കുന്നത് സെക്കൻഡ്. അത്രേ ഉള്ളൂ. സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് വിചാരിക്കും. അളക്കാൻ ഉപയോഗിക്കുന്ന സെക്കൻഡ് എന്ന യൂണിറ്റ് കൊണ്ടാണ്. ഓക്കെ, അഥവാ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? Oയിൽ നിന്ന് Bയിലേക്ക് പോയി Bയിൽ നിന്ന് Oയിലേക്ക് വരുന്ന ആ ഒരു സമയം, അഥവാ ഒരാട്ടത്തിന് വേണ്ടി എടുക്കുന്ന സമയം, അഥവാ ഒരു പ്രാവശ്യം ടു ആൻഡ് ഫ്രോ നടത്തി തിരിച്ചു വരുന്ന ആ സമയത്തിനെയാണ് എന്ത് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ഒരു ദോലനത്തിന് വേണ്ടി ഉള്ള സമയം. ദോലനം എന്താണെന്ന് മനസ്സിലായോ? എന്നാൽ പീരീഡ് ആംപ്ലിറ്റ്യൂഡൊക്കെ മനസ്സിലാക്കും. ഓക്കെ, പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ദെൻ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇതാണ് നമ്മുടെ പീരീഡ്. അപ്പോൾ T ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ.
അഥവാ ടി ഈസ് ഈക്വൽ ടു എടുക്കുന്ന സമയം അല്ല ടോട്ടൽ സമയം എന്ന് പറയുമ്പോൾ ആകെ സമയം അത് ശരി, ഞാൻ വെറുതെ പറയണേ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ആകെ സമയം ആകെ സമയം ബൈ തോലനത്തിൻ്റെ എണ്ണം. തോലനത്തിൻ്റെ എണ്ണം താഴല്ലാത്ത ഞാനാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ. എന്നാൽ നമ്മൾ അടുത്തയിലേക്ക് പോകണം. ഫ്രീക്വൻസി കുറച്ച് കൂടുതലല്ല, അങ്ങനെ അത്രയ്ക്കൊന്നുമില്ല പഠിക്കാൻ. ഒരു സെൻറ്റൻസേ പഠിക്കാനുള്ളൂ. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി. ആവൃത്തിയുടെ SI യൂണിറ്റാണ് ഹെക്സ്. ഓർത്ത് വെച്ചിരിക്കുക, ആവൃത്തിയുടെ ആണ് ഹെക്സ്. അതിനെ ഒരു വലിയ ലെറ്റർ എച്ചും ചെറിയ ലെറ്റർ എക്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മറ്റേ ഇസഡ് സോറി, എക്സ് അല്ല. ആവൃത്തി സൂചിപ്പിക്കുന്ന എഫ് കൊണ്ടാണ്. ഓക്കെ, എഫ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. രണ്ടും മാറിപ്പോല്ലേ. പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായ സമയത്തെയാണ്, അഥവാ ടൈമിനെയാണ് ഇത് പറയുന്നത്. ഇത് എണ്ണത്തെയാണ്, അഥവാ നമ്പർ ഓഫ് ഓസിലേഷൻ. എണ്ണത്തിന് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന എണ്ണം. നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ ദോലനത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞില്ലേ, അത് ഒരു സെക്കൻഡിൽ എത്ര ഉണ്ടാവുമോ അതാണ്. SI യൂണിറ്റ് എക്സ് ആണ്. ഫ്രീക്വൻസി ഡിനോട്ടഡ് ബൈ എഫ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനത്തിൻ്റെ എണ്ണമാണ് ആവൃത്തി. അത് അത്രയും പഠിക്കുക. അതിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് പഠിക്കുക. അതിനെ എഫ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്? ഫ്രീക്വൻസി നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് നിങ്ങളോട്, T ഈസ് ഈക്വൽ ടു 2. ഓക്കെ, 2 വേണ്ട, ഒരു 10 ഇടാം അല്ലേ. ഓക്കെ, നമ്പർ ഓഫ് ഓസിലേഷൻ എന്നെന്ന് ഇട്ടാലോ. ഓക്കെ, നമ്പർ ഓഫ് ഓസിലേഷൻ എണ്ണാണ്. അതൊരു 5 ഇട്ടു. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണം നിങ്ങൾ? ബൈ F ഈസ് ഈക്വൽ ടു T/N എന്ന് പറഞ്ഞാൽ 10/5 ഈസ് ഈക്വൽ ടു 2. 2 എഴുതിയാൽ പോരാ മക്കളെ. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു N/T എന്നോ അഥവാ T/N എന്നോ എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതിയാലും നമുക്ക് ആൻസറൊന്നല്ല കിട്ടണേ. ആൻസറൊന്നല്ല കിട്ടണേ, N/T. അപ്പോൾ ഇവിടെ 2 എഴുതിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ എന്തെഴുതണം? യൂണിറ്റ് എഴുതണം. പലരുടെയും ക്ലാസ്സിൽ ചിലപ്പോൾ ഈ ചാപ്റ്റർ തീർന്നു കാണും, എന്നിട്ടായിരിക്കും നമ്മൾ എടുക്കണേന്നായിരിക്കും. മകളെ ഇനി നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോവേ. ഓക്കെ, ഈ ചാപ്റ്ററിനിപ്പോൾ ഫാസ്റ്റായിട്ട് പോകും കുറച്ചും കൂടി. പിന്നെ റിവിഷനൊക്കെ ആയിട്ട് നമ്മൾ സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നവംബർ ആകുമ്പോൾ എല്ലാം തീരണം. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെയില്ല. നവംബർ ആകുമ്പോൾ തീരണമെന്നൊന്നുമില്ല. അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടൊരു നമുക്കൊരു ഡിസംബർ ജനുവരി ആകുമ്പോൾ തീരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ. നവംബറിൽ തീർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിൽ നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടാവും. അഥവാ ജനുവരിയിലേക്ക് വരുമ്പോൾ മറ്റേ IT-യുടെ മോഡൽ എക്സാം ഉണ്ടാവും. പിന്നെ അല്ലാതെ ഉള്ള എക്സാം ഉണ്ടാവും, മോഡൽ അല്ലാതെ SSLC. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കും മോഡൽ എക്സാം വരും. അത് കഴിഞ്ഞിട്ട് എന്താവും? SSLC എക്സാം ആയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നവംബറിൽ തീർക്കണം. അതാണ് പെട്ടെന്ന് പോണത്. ഓക്കെ, അപ്പോൾ 2 X ആണ്. ഈ എക്സ് ഇടാൻ മറക്കരുത്. പലർക്കും മാർക്ക് പോകണേ അങ്ങനെയാണ്. 2 എഴുതി വെക്കും. എക്സ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ മാർക്കില്ല. ഓക്കെ, ഇത്രയും ശരിയായിട്ട് കാര്യമില്ല. ആ എക്സ് ഇല്ലെങ്കിൽ ടീച്ചർ പൊട്ടത്തെറ്റിടും. ഓക്കെ, മനസ്സിലായില്ലേ? എന്നാൽ 2 നിങ്ങൾക്ക് മാറിപ്പോയരുത്. അതുകൊണ്ട് ഞാൻ പറയാണ്, പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്.
ഇവിടെയാണ് എല്ലാവർക്കും തെറ്റണം. ഒരു ദോലനത്തിന് ആവശ്യമായ സമയം പീരീഡ്, അഥവാ ടൈം റിക്വയർഡ് ഫോർ വൺ ഓസിലേഷൻ, അതാണ് എന്ത് പീരീഡ്. സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ഫ്രീക്വൻസി, അഥവാ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ദോലനം ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ എണ്ണമാണ് എന്ത് ഫ്രീക്വൻസി. ഇപ്പോൾ ഫുള്ളായിട്ടൊരു 10 ദോലനം ഉണ്ടായി, അത് 5 സെക്കൻഡിൽ 10 ദോലനം ഉണ്ടായി. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ദോലനം ഉണ്ടായി? ഒരു സെക്കൻഡിൽ എത്ര ദോലനം ഉണ്ടായി? 2 ദോലനം ഉണ്ടായി. അതല്ലേ നമ്മൾ ഇവിടെ നോക്കിയത്. അത്രേ ഉള്ളൂ. എന്നാൽ നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് കിടക്കാം. സാറേ ഇത്ര പെട്ടെന്ന് റാപ്പിഡ് ഫയർ ആയോ? 26 മിനിറ്റ് ആയുള്ളൂ നമ്മൾ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നമുക്കിനിപ്പോൾ പറയാനായിട്ടൊന്നുമില്ല, നമ്മളെല്ലാം പറഞ്ഞു. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ ബേസിക് സീരീസിലൂടെ പഠിച്ചതാണ്. ഇപ്പോൾ ഞാൻ പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളാകെ 4 കാര്യങ്ങളാണ് 4 കാര്യങ്ങളാണ് പഠിക്കുന്നത് പറഞ്ഞു. ദോലനം പഠിച്ചു, ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു, പീരീഡ് പഠിച്ചു, ഫ്രീക്വൻസി പഠിച്ചു. ഇനി എന്താ ഉള്ളത്? ഇതൊക്കെ നമ്മൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കറക്റ്റാക്കും. അപ്പോൾ നമ്മുടെ റാപ്പിഡ് ഫയർ മിക്കവാറും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി, അതായിരിക്കും റാപ്പിഡ് ഫയർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ വേവ് റീപ്രസെൻറ്റ്. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. സ്പീഡ് ഓഫ് വേവ്, ഫ്രീക്വൻസി ഓഫ് വേവ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ, വേവ് ലെങ്ത് ഓഫ് ദ വേവ്. അഥവാ ഒരു തരംഗത്തിൻ്റെ ആയതി പ്രതിനിധീകരിക്കുന്നത് എന്ത്? തരംഗത്തിൻ്റെ വേഗത, തരംഗത്തിൻ്റെ ആവൃത്തി, തുല്യ സ്ഥാനത്ത് നിന്നുള്ള പരമാവധി ചലനം, തരംഗ ദീർഘം. ഇതിൽ നിന്ന് നിങ്ങൾ പറ, ഇതിലെ എത്രാമത്തെ ഓപ്ഷൻ ആണെന്നൊന്ന് പറ. പെട്ടെന്ന് പറയണം. ഇതിന് ഞാനൊരു കൺസൾട്ടേഷൻ തരാം. ഈ ഡി നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഡി മാച്ച് കളയാണ്. ഓക്കെ, ഡി നമ്മൾ പഠിക്കാത്തതുകൊണ്ട് തന്നെ ഡി ഞാൻ മാച്ച് കളഞ്ഞു. ബാക്കി 3 ഇനത്തിൽ നിന്ന് നിങ്ങൾ പറയാം. ഓക്കെ, എ ഉണ്ട്. ഓക്കെ, എ എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, സി എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, സി എല്ലാവരും കൂടുതൽ പറയുന്നത് സി ആണ്. അപ്പോൾ മക്കളെ, സി ആണ് കറക്റ്റ് ആൻസർ. അഥവാ പലരും വിചാരിക്കും മീൻ പൊസിഷൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ പഠിപ്പിച്ചത് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ്. സ്ഥാനചലനമെന്ന് ഈ പറഞ്ഞാണ്, സ്ഥാനചലനമെന്ന് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ പഠിച്ച് സ്ഥാനാന്തരം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല മകളെ. മീൻ പൊസിഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, മീൻ പൊസിഷനും അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണ്? ഒന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 ഫുൾ സൈക്കിൾ ഓഫ് ദ വേവ് ഈസ് കോൾഡ്. ഫ്രീക്വൻസി ആണോ, വേവ് ലെങ്ത് ആണോ, പീരീഡ് ആണോ, ആംപ്ലിറ്റ്യൂഡ് ആണോ? ഇപ്പോൾ പറഞ്ഞു നിർത്തിയുള്ളൂ. ഒരു തരംഗത്തിൻ്റെ ഒരു ദോലനം പൂർത്തിയാകാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്നത് ആവൃത്തി, തരംഗദീർഘം, പീരീഡ്, ആയതി. ഓക്കെ, ആയതി ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ആയതി എഴുതട്ടെ കേട്ടോ. അതവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ. പെട്ടെന്ന് പറയൂ മക്കൾ. എ പറയുന്നുണ്ട് പലരും. ബി പറയുന്നുണ്ട്. മകളെ, ഞാനിവിടെ ഒരു ഇതും കൂടി പറയാണ്. ബി നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബി മായ്ക്കാണ്. പഠിക്കാത്ത ഇതിട്ടിട്ട് ഇനിയിപ്പോൾ എന്നോട് പറയാണ്, സാറത് പഠിപ്പിച്ചില്ലല്ലോ, ഞങ്ങളെ വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ ഇട്ടാണോ എന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞുള്ളൂ, ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണത്. ഓക്കെ,
ഇംഗ്ലീഷുകാർക്കാണെങ്കിൽ കുറച്ച് ഇത്, മലയാളക്കാർക്കാണെങ്കിൽ അത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഒരു തരംഗത്തിൻ്റെ ഒരു ദോലനത്തിന് പൂർത്തിയാകാനെടുക്കുന്ന സമയം എന്ത് വിളിക്കുന്നു? എല്ലാവരും പറയുന്നു സി എന്ന് പറയുന്നു. പീരീഡാണ്. നമ്മൾ പറഞ്ഞു പീരീഡ് ആണെങ്കിൽ എന്താണ് പറയുന്നത്? ടൈമിനെയാണ് പറയുന്നത്. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയുന്നത്? ടൈമിനെയാണ് പറയുന്നത്. അതുകൊണ്ട് സമയത്തെ ടൈം ടേക്കൺ എന്ന് കേട്ടാലും ടൈം റിക്വയർഡ് എന്ന് കേട്ടാലും മക്കൾ എന്ത് വിചാരിക്കുക? അതെന്താണ് വിചാരിക്കുക? അതെ പോയി. ഓക്കെ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാലും ടൈം റിക്വയർഡ് എന്ന് പറഞ്ഞാലും എന്ത് വിചാരിക്കുക? ടൈം ടേക്കൺ എന്ന് പറഞ്ഞാലും ടൈം റിക്വയർഡ് എന്ന് പറഞ്ഞാലും എന്ത് വിചാരിക്കുക? അതെന്താണെന്ന് വിചാരിക്കുക? പീരീഡാണെന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? സെറ്റാണോ? മലയാളം മീഡിയക്കാർക്ക് തരംഗത്തിന് പൂർത്തിയാകാൻ എടുക്കുന്ന സമയം അങ്ങനെ ചോദിക്കുള്ളൂ. അല്ലാതെ നിങ്ങളോട് ടൈം ടേക്കൺ അങ്ങനെ ഒന്നും ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാവരും കുറച്ച് ആൾക്കാർ എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി, ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഓക്കെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ മാക്സിമം. അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ ഒരു റാപ്പിഡ് ഫയറിൽ. കാരണം നമ്മൾ കൂടുതൽ അങ്ങോട്ട് പുഷ് ചെയ്യല്ലല്ലോ. ഓക്കെ അപ്പോൾ SI യൂണിറ്റിൻ്റെ ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ്. ഓക്കെ, സെക്കൻഡ് ആണോ, മീറ്റർ ആണോ, എക്സ് ആണോ, ന്യൂട്ടൺ ആണോ? ഇതിൻ്റെ അകത്ത് ഞാനൊരു കാര്യം ചെയ്യാണ്. ന്യൂട്ടൺ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് തന്നെ ന്യൂട്ടൺ നമ്മൾ മാറ്റുന്നു. ഓക്കെ, ന്യൂട്ടനെ നമ്മൾ മാറ്റുന്നു. 3 ഉണ്ട്. A ആണോ, B ആണോ, C ആണോ? ഓക്കെ സി എന്നൊക്കെ പറഞ്ഞ് വളരെ ഇതാണ്ട്. ഓക്കെ സി. ഓക്കെ അപ്പോൾ നമ്മൾ തീർക്കാണ്. സി ആണ് കറക്റ്റ് ആൻസർ. എക്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയുള്ളൂ. നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നില്ല, കാരണം നിങ്ങളെ ബോറിങ് ആക്കുന്നില്ല, കാരണം നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്നും കൂടി നമ്മൾ നോട്ടൊക്കെ തരുമ്പോഴേ അതൊന്ന് നോക്കുക. അതിനുശേഷം എക്സ് ആണ് അതിൻ്റെ SI യൂണിറ്റ് നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ. ഇപ്പോൾ പഠിച്ചു വരെ മറന്നുപോയി മക്കൾ. ഞാൻ പറഞ്ഞു ഫ്രീക്വൻസിയുടെ ഇത് എക്സ് ആണെന്ന് ഓർത്ത് വെക്കുക. എക്സ്. ഓക്കെ, സി ആണ്, എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. നമ്മളെ എപ്പോഴും റാപ്പിഡ് ഫയർ മിക്കവാറും നമ്മുടെ വീഡിയോയുടെ എൻഡിലായിരിക്കും. ഓക്കെ, വീഡിയോയുടെ എൻഡിലായിരിക്കും. കാരണം ഫിസിക്സിൻ്റെ കാര്യം കേട്ടോ പറയണേ, വേറെ എനിക്കറിയില്ല. ഓക്കെ, ഫിസിക്സിൽ നമ്മുടെ എപ്പോഴും എൻഡിങ്ങിലായിരിക്കും. കാരണം തുടക്കത്തിൽ തന്നെ റാപ്പിഡ് ഫയർ വെക്കണേ എനിക്ക് അത്രയില്ല. ചോദിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് പഠിച്ചത് എന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്നും കൂടി റീക്യാപ്പ് ചെയ്യും. അത്രേ നമ്മൾ ചെയ്യുള്ളൂ. എന്നാൽ ഇതൊക്കെ കറക്റ്റാക്കിയില്ലേ? അപ്പോൾ നമ്മുടെ SSLC ബാച്ചിൽ ചേരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിച്ചു. അതിന് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചേരുക. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ 8ൻ്റെ ഒരു 3 ലിങ്ക്സ് ഉണ്ട്. അഥവാ 8ൻ്റെ യൂട്യൂബ് ചാനൽ, വാട്സപ്പ് ചാനൽ, വാട്സപ്പ് കമ്മ്യൂണിറ്റി. ഓക്കെ, വാട്സപ്പ് കമ്മ്യൂണിറ്റി. ഓക്കെ, അങ്ങനെ 3 ഇതാണ് നമുക്ക് ഉള്ളത്. അതേപോലത്തെ 9ൻ്റെ 3 ലിങ്ക് കാണാം. ഒന്ന് യൂട്യൂബ് ചാനൽ, പിന്നെ വാട്സപ്പ് ചാനൽ, പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി. ഈ ലാസ്റ്റത്തെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ 10ൻ്റെ ഒരു 3 ഗ്രൂപ്പ്, 3 ലിങ്ക് ഉണ്ട്. അതിലാദ്യത്തെ യൂട്യൂബ് ചാനലിൻ്റെ, രണ്ടാമത്തെ വാട്സപ്പ് ചാനലിൻ്റെ, മൂന്നാമത്തത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റികൾ. അപ്പോൾ ഈ 10ൻ്റെ 3 ലിങ്കും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? 3 ലിങ്കിലും ജോയിൻ ചെയ്തിരിക്കണം, സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അഥവാ യൂട്യൂബ് ചാനലിൽ ഇതിൽ സബ്സ്ക്രൈബും വാട്സപ്പ് ചാനലിൻ്റെ ഇതിൽ
എന്ത് ചെയ്തിരിക്കുക, ജോയിൻ ചെയ്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 3ൽ ഒരു ഗ്രൂപ്പ് കിട്ടും. അപ്പം നിങ്ങൾ കമ്മ്യൂണിറ്റി ചേരുമ്പോൾ തന്നെ കിട്ടും. ഓൾ ഡൗട്ട് ക്ലിയറിങ് ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള, ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഏത് വിഷയത്തിൻ്റെ എന്തിതായാലും നിങ്ങൾ ചോദിച്ചോ, നമ്മൾ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് അപ്പം തരും. നമ്മൾ പറഞ്ഞ പോലെ ഇത് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അത്ര പിന്നെ അത് 10ൻ്റെ. ഇനി യൂട്യൂബ് ചാനൽ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് ഒന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഫിസിക്സ് പൊളിയായിട്ട് പഠിച്ചു. നാളെ നിങ്ങൾക്ക് മാത്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ പണ്ടത്തെ അന്ന് മറ്റേ പ്രവേശനോത്സവം ലൈവിൽ പറഞ്ഞ പോലത്തെ ഒരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഷെഡ്യൂളിലായിരിക്കും പോണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ കൂടുതലൊന്നും ആക്കുന്നില്ല. 7:30 വരെ എടുത്തിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ഒരു 8 മണി വരെ നമുക്ക് എടുക്കാം. ഓക്കെ, എന്താ ഒരു 7:36 അല്ലേ ആയിട്ടുള്ളൂ. ഓക്കെ, സമയമുണ്ട്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിക്കാം. ഫിസിക്സ് നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പൊളിയാക്കിയിട്ടുണ്ട്. ഇനിയൊരു 4 പാർട്ടൊക്കെ ഉണ്ടാവും, ഒരു 4-5 പാർട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും പൊളിയാക്കണം, സെറ്റാക്കണം. കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്തായിരിക്കും ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കും. കുഴപ്പമൊന്നുമില്ല, നല്ല ചാപ്റ്ററാണ്. രണ്ടും ഒരുമിച്ച് പഠിക്കണമെന്നൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പൊളിയാണ്. അങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.